സുവർണ നിറം പാകിയ മഹാനഗരത്തിലെ കോട്ടയുടെ ചരിത്രത്തിലേക്കാണ് റിയാലിറ്റി റിവീൽസിന്റെ ഇന്നത്തെ യാത്ര. 800 വർഷങ്ങൾക്ക് മുമ്പ് ഒരു രാജാവ് തന്റെ പ്രജകൾക്ക് താമസിക്കാനായി ഒരു വലിയ കോട്ട വിട്ടുനൽകുന്നു. അതെ, പ്രജകളുടെ പിന്തുടർച്ചക്കാർ ഇക്കാലത്തും ആ കോട്ടയിൽ ജീവിക്കുകയാണ്. അതെ, ജയ്സാൽമീർ കോട്ട വെറുമൊരു കോട്ടയല്ല, ഇതിനുള്ളിൽ 4000 പേർ ജീവിക്കുന്നു. ഇന്ത്യൻ സംസ്ഥാനമായ രാജസ്ഥാനിൽ സ്വർണ്ണ നഗരി എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന നഗരമാണ് ജയ്സാൽമേർ. രാജസ്ഥാന്റെ തലസ്ഥാന നഗരമായ ജയ്പൂരിൽ നിന്നും 575 കിലോമീറ്റർ പടിഞ്ഞാറ് മാറിയാണ് ജയ്സാൽമേർ സ്ഥിതി ചെയ്യുന്നത്. രാജസ്ഥാൻ സംസ്ഥാനത്തിലെ 33 ജില്ലകളിൽ ഏറ്റവും വിസ്തീർണം കൂടിയതും പ്രധാനവുമായ ജില്ലയാണ് ജയ്സാൽമേർ. ജയ്സാൽമേർ നഗരത്തിന്റെ വടക്കേ അറ്റത്താണ് കോട്ട സ്ഥിതി ചെയ്യുന്നത്. സോനാർ ഖില അഥവാ സുവർണക്കോട്ട എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ കോട്ടയുടെ ചരിത്രശേഷിപ്പുകളും വാസ്തുവിദ്യയും അമ്പരപ്പിക്കുന്നവയാണ്. സ്വർണ്ണ നിറത്തിലുള്ള ഈ കോട്ട ഗോൾഡൻ ഫോർട്ട് എന്നും അറിയപ്പെടുന്നു. താർ മരുഭൂമിയിലെ ത്രികൂട എന്നൊരു കുന്നിന്മേലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കോട്ടകളിലൊന്നായ ജയ്സാൽമേർ നിലകൊള്ളുന്നത്. രാജസ്ഥാനിലെ ലോതുർവയിൽ ആദ്യം പണികഴിപ്പിച്ച കോട്ടയിൽ തൃപ്തനല്ലാതിരുന്ന ഭാട്ടി രജപുത്ര രാജാവായിരുന്ന റാവൽ ജയ്സാൽ ക്രിസ്തുവർഷം 1156 ഈ കോട്ട പണികഴിപ്പിക്കുകയായിരുന്നു. മഞ്ഞ നിറത്തിലുള്ള മണൽക്കല്ലുകൾ കൊണ്ടാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ സൂര്യാസ്തമയ സമയത്ത് കുന്നിൻ മുകളിലുള്ള ഈ കോട്ട സ്വർണ്ണ നിറത്തിൽ ശോഭിക്കുന്നു. ക്രിസ്തുവർഷം 1156 രജപുത്ര രാജാവിനാൽ നിർമ്മിക്കപ്പെട്ട ഈ കോട്ട പിന്നീട് രജപുത്ര രാജവംശത്തെ പല യുദ്ധങ്ങളിലും കീഴ്പ്പെടുത്തിയ നിരവധി രാജവംശങ്ങൾ കൈവശമാക്കി. നിരവധി രാജവംശങ്ങളുടെയും രാജാക്കന്മാരുടെയും കൈമറിഞ്ഞ് ഒടുവിൽ കോട്ട മുഗൾ രാജാക്കന്മാരുടെ കയ്യിലെത്തി. 1762 വരെ ജയ്സാൽമേർ കോട്ട മുഗൾ രാജാക്കന്മാരുടെ കൈവശമായിരുന്നു. സിൽക്ക് റൂട്ട് വഴി യാത്ര ചെയ്തിരുന്ന പട്ടും സുഗന്ധദ്രവ്യങ്ങളും മറ്റും വിൽപ്പന നടത്തുന്ന കച്ചവട സംഘങ്ങൾ ജയ്സാൽമേർ കോട്ടയിൽ വിശ്രമിക്കുക പതിവായിരുന്നു. തങ്ങളുടെ കൈവശമുള്ള കച്ചവട സാധനങ്ങൾ കോട്ടയ്ക്കുള്ളിൽ ഇറക്കി വെച്ച ശേഷം അവിടെ രാത്രി കഴിച്ചുകൂട്ടി പിറ്റേ ദിവസം രാവിലെ അവർ യാത്ര തുടർന്നിരുന്നു. ഇത് ജയ്സാൽമേർ നഗരത്തിൽ ഒരു പ്രധാന വരുമാന മാർഗമായി മാറുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഇന്ത്യയിലേക്ക് വന്ന ബ്രിട്ടീഷുകാരുടെ അധിനിവേശ കാലഘട്ടത്തിൽ കാലക്രമേണ ഈ കോട്ടയുടെ പ്രാധാന്യവും കുറഞ്ഞു തുടങ്ങി. ബോംബെ നഗരത്തിൽ തുറമുഖം വന്നതോടെ വാണിജ്യ സംഘങ്ങൾ ഈ വഴി ഉപേക്ഷിച്ചു. ഇത് ജയ്സാൽമേറിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം പഴയ വാണിജ്യപാത അടച്ചുപൂട്ടുകയും ചെയ്തു. എന്നാൽ പിൽക്കാലത്ത് 1965 1971 നടന്ന ഇന്ത്യ പാക് യുദ്ധ സമയത്ത് ജയ്സാൽമേർ തന്ത്രപ്രധാനമായ ഒരു മേഖലയായി പങ്കുവഹിക്കുകയുണ്ടായി. ഇപ്പോഴാകട്ടെ ജയ്സാൽമേർ രാജസ്ഥാൻ സംസ്ഥാനത്തിലെ തന്നെ ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിക്കഴിഞ്ഞു. ഇതാണ് ജയ്സാൽമേർ കോട്ടയുടെ ചരിത്രം. ഇനി നമുക്ക് കോട്ടയുടെ വാസ്തുവിദ്യയെ പറ്റി നോക്കാം. മഞ്ഞ നിറത്തിലുള്ള കോട്ടയുടെ മതിൽ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ സ്വർണം പോലെ തിളങ്ങുന്നു. കോട്ടയ്ക്കകത്തെ വാസ്തുവിദ്യയും അതിശയിപ്പിക്കും. മാളികകളും അമ്പലങ്ങളും വീടുകളും ഒക്കെ തന്നെ കോട്ടയ്ക്കുള്ളിലുണ്ട്. 1500 അടി അഥവാ 460 മീറ്റർ നീളവും 750 അടി അഥവാ 230 മീറ്റർ വിസ്താരവുമുണ്ട് ഈ കോട്ടയ്ക്ക്. 250 അടി അഥവാ 76 മീറ്റർ ഉയരമുള്ള ത്രികൂട കുന്നിൻ മുകളിലായിട്ടാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. കോട്ടയുടെ അടിത്തറ 15 അടി അഥവാ 4.6 മീറ്റർ ഉയരമുള്ള മതിലാണ്. കോട്ടയുടെ മുകൾ തട്ടുകളും ഗോപുരങ്ങളും ഒക്കെ അതിമനോഹരമാണ്. കോട്ടയ്ക്ക് ചുറ്റുമുള്ള മതിൽ നീളമുള്ളതും പ്രതിരോധത്തിനായി തീർത്തതുമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. 30 അടി ഉയരത്തിലുള്ള മതിലുകളും രക്ഷാകേന്ദ്രങ്ങളും സുരക്ഷ മുൻനിർത്തി അക്കാലത്ത് പണി കഴിപ്പിച്ചതാവാം. ക്ഷേത്രങ്ങൾ, കിണറുകൾ, ഭക്ഷണശാലകൾ, വ്യാപാര സ്ഥാപനങ്ങൾ, വീടുകൾ എല്ലാം കോട്ടയ്ക്കുള്ളിലുണ്ട്. വിവിധ കാലഘട്ടങ്ങളിലായി കോട്ട രജപുത്രന്മാരുടെയും മുഗളന്മാരുടെയും നിയന്ത്രണത്തിലായിരുന്നതിനാൽ ഇരു രാജവംശങ്ങളുടെയും വാസ്തുവിദ്യ കോട്ടയ്ക്കുള്ളിൽ കാണാൻ സാധിക്കും. കോട്ടയ്ക്കുള്ളിൽ നിരവധി പടിവാതിലുകളും കവാടങ്ങളും കാണാൻ സാധിക്കും. ആഖായി പോൽ, ഹവാ പോൽ, സൂരജ് പോൽ എന്നിങ്ങനെ അറിയപ്പെടുന്ന കവാടങ്ങളും കോട്ടയ്ക്കുള്ളിലുണ്ട്. ഇതിൽ 1156 പണി കഴിപ്പിച്ച
അഖായ പോൽ എന്ന കവാടം വളരെ പ്രസിദ്ധമാണ്. അക്കാലത്ത് ഈ കവാടം രാജകുടുംബാംഗങ്ങളെയും വിദേശത്തു നിന്നടക്കം എത്തിയിരുന്ന അതിഥികളെയും സ്വാഗതം ചെയ്തിരുന്നത്രേ. കോട്ടയ്ക്കകത്ത് ക്ഷേത്രങ്ങൾ പണികഴിപ്പിച്ചിട്ടുണ്ട്. ഇവയിൽ 7 ജൈനക്ഷേത്രങ്ങൾ കാണാം. കോട്ടയ്ക്കകത്ത് സ്ഥിതി ചെയ്യുന്ന വീടുകളുടെ മേൽക്കൂരകൾക്ക് 3 അടിയിലേറെ ഖനം വരും. ഇത് മണ്ണുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. വീടിനുള്ളിൽ എപ്പോഴും തണുപ്പ് നിലനിൽക്കുന്ന രീതിയിലാണ് ഇതിന്റെ മേൽക്കൂരകളുടെ നിർമ്മാണം. കോട്ടയ്ക്കുള്ളിലേക്ക് കാറ്റ് കടക്കുന്നതിന് പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഹാങ്ങിങ് ബാൽക്കണികളുടെ നിർമ്മാണവും കാറ്റിനെ അകത്തേക്ക് കയറ്റിവിടുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ജയ്സാൽമേർ നഗരത്തിന്റെ 25% ജനങ്ങൾ കോട്ടയ്ക്കുള്ളിലാണ് താമസിക്കുന്നതെന്നതാണ് മറ്റൊരു പ്രധാന അത്ഭുതം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കോട്ടകളിലൊന്നാണ് ജയ്സാൽമേർ കോട്ട. രാജവംശകാലത്ത് സാധാരണയായി കോട്ടകൾ നിർമ്മിച്ചിരുന്നത് ശത്രുക്കളിൽ നിന്നുള്ള പ്രതിരോധത്തിനായിരുന്നു. അതേ ഉദ്ദേശം തന്നെയായിരുന്നു ഈ കോട്ടയുടെ നിർമ്മാണത്തിന് പിന്നിലും. എന്നാൽ രാജാവ് പിന്നീട് ഇത് ജനങ്ങൾക്ക് താമസിക്കുന്നതിനായി തുറന്നു കൊടുക്കുകയായിരുന്നു. രാജസ്ഥാനിലെ സുവർണ നഗരിയായ ജയ്സാൽമേറിനെ പറ്റിയും ജയ്സാൽമേർ കോട്ടയെപ്പറ്റിയുമുള്ള വിവരണം ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും ഒരു ചരിത്രമോ വസ്തുതയോ ആയി തിരികെ എത്തും വരേക്കും നമസ്കാരം.